പിന്നല്ലേ, ഇത് നമുക്ക് കിട്ടിയ പുതിയൊരു വർക്കാണ്. ഒരു ചെറിയ കുട്ടീൻ്റെ സ്കേർട്ടും ഒരു ചെറിയ ക്രോപ്പ് ടോപ്പുമായിട്ട്. ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ ഒരു സിമ്പിൾ റിഗാളൊന്നും വരുന്നില്ല ഇതിൽ. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഇത് അടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇത് അതിൻ്റെ ബോഡി പാർട്ടാണ്. പിന്നെ ഇത് ഇതിൻ്റെ ലൈനിങ്ങാണ്. ലൈനിങ് ക്രേപ്പിൽ വരുന്നതാണ്. പിന്നെ ഇത് അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഏകദേശം ഒരേ മാതിരി തന്നെ. ഇത് ബാക്കിൻ്റെ ലൈനിങ്. ആദ്യം കൈ അടിക്കുന്ന ഇതാണ് നോക്കുന്നത്. ഏകദേശം കൈയും നെക്കും കൂടെ വരുന്നതാണിത്. അപ്പോൾ നെക്ക് വരുന്നത് 4.5 ഇഞ്ചിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എടുക്കാം. ഇതാണ് കയ്യായിട്ടും കഴുത്തായിട്ടും വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചുരുക്കി അടിച്ചത്. ഇത് ഇതിൻ്റെ ലൈനിങ് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുക സെൻറ്റർ പോയിൻ്റിൽ നിന്ന് തുടങ്ങൽ. എന്നിട്ട് പതിച്ചടിക്കാൻ പോവാം. ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇതിൻ്റെ കൈയാണ്, കൈയും കഴുത്തും കൂടെയാണ്. അതാ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഭാഗം ബാക്കിലെ പീസുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇത് ബാക്ക് ഭാഗമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് നമ്മൾ അടിച്ചു വെച്ച സംഗതി
ഇത് സെൻറ്റർ, ഇത് മുന്നിൽ കാണിക്കാൻ മറന്നു വയ്ക്കി. അപ്പോൾ ഇത് ബാക്കിലെ സെൻറ്ററാണ്. ഇത് ഞങ്ങൾ ടച്ചിട്ടിട്ട് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സെൻറ്ററും പിന്നെ നല്ല പീസിൻ്റെ സെൻറ്ററും ഇങ്ങനെ വെക്കുക. അപ്പോൾ സെൻറ്റർ മാറിപ്പോവില്ല. അപ്പോൾ ഇത് ലൈനിങ് വെച്ചടിക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നത്? അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഷോൾഡർ ഇവിടെ വരും. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ മടക്കിയാൽ ഇങ്ങനെയാണ് ഇപ്പോൾ ടോപ്പ് വരുന്നത്, ക്രോപ്പ് ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴുത്തായി, ഇതിൻ്റെ കയ്യായി. ഇത് കഴുത്തിൻ്റെ ഭാഗം വരും. ഇത് ബാക്ക് ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഹുക്സ് വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഓപ്പൺ ആക്കിയിട്ട് ഇടാൻ പറ്റും. ഇങ്ങനെ തലയിൽ കൂടെ ഇടുന്നതിന് ബദൽ വേഗം ഓപ്പൺ ആക്കിയിട്ട് ഇടാൻ പറ്റും. ഇവിടെ ഹുക്സ് വെക്കാൻ പോവാണ്. അപ്പോൾ ഇതിലെ ഓപ്പൺ ആക്കാൻ പോവാണ്. ഇവിടെ ബി എന്ന് എഴുതിയത് ബാക്ക് ഭാഗം മാറിപ്പോകുന്നതിനാണ്. ഈ ഭാഗം ഹുക്സിൻ്റെ ലൂപ്പ് വെക്കുന്ന ഭാഗമാണ്. ഇനി ഹുക്സ് വെക്കുന്ന ഭാഗം ഇതാ അടിക്കാൻ പോകണം. ഇനി ഇതിലെ നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു അടി കൊടുക്കും. അതെന്തിനാ ചിക്കൻ്റെ അളവെടുക്കാനൊക്കെ ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കി താഴെ ഭാഗം മടക്കിയടിക്കാം. അപ്പോൾ 11.5 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. ഇത് ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ വരെ ഇതാണ് 11.5 ഇഞ്ച്. ഇവിടെയും 11.5 അടയാളപ്പെടുത്താം. ഏകദേശം ഈ ടോപ്പിൻ്റെ പണി കഴിയാനായി. ഇനി ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവും അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് 12 ഇഞ്ച്. ഇതവിടെ ഞാൻ അടയാളപ്പെടുത്തിയേക്ക് സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ 6 വെച്ചിട്ട് ഇവിടെ ഒരു അടയാളം കൊടുക്കുക. പിന്നെ 12-ൽ ഒരടയാളം കൊടുക്കുക. അതേപോലെ വേസ്റ്റിൽ 11.5 ഇഞ്ചാണ്. അപ്പോൾ 11.5ൻ്റെ പകുതി 5.25. ഇവിടെ ഒരു അടയാളം കൊടുക്കുക. പിന്നെ 11.5-ൽ ഇവിടെ ഒരു അടയാളം കൊടുക്കുക. എന്നിട്ട് ഇവിടെ കറക്റ്റ് നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേമാതിരി ഇവിടെയും നേരെ സ്റ്റിച്ച് കൊടുക്കുക.
ടോപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൈഡൊക്കെ അധികം വെട്ടുന്നില്ല, കുറച്ച് ഭാഗം വെട്ടിക്കളയാം. ഇവിടെ ഞാനൊരു റപ്പടി കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതങ്ങ് അരിച്ചാളെ. അപ്പോൾ അത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ടാൽ നമ്മളെ ടോപ്പ് റെഡിയായി. ഇതാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത് ഇങ്ങനെ ബാക്ക് ഭാഗം. ഇതിൻ്റെ സ്കേർട്ട് അടിക്കുന്നത് അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്.